പ്രത്യേകം പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ലാത്ത ഒരാളാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. ചലച്ചിത്ര പ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കലാകാരനാണ് രവീന്ദ്രനാണ് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹം കരുനാഗപ്പള്ളിയിൽ CR മഹേഷിനൊപ്പം ഒരു പരിപാടിയിൽ, നാടകോത്സവ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തിയതാണ്. കരുനാഗപ്പള്ളിയിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. എന്ത് തോന്നുന്നു, കരുനാഗപ്പള്ളിയിൽ ആർക്കായിരിക്കും വിജയം? ഞാൻ ഇവിടെ വന്നത് ഈ നാടകോത്സവത്തിൽ പങ്കെടുക്കാൻ മാത്രമല്ല, CR മഹേഷിനോടുള്ള എൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും കൂടിയാണ് വന്നത്. തീർച്ചയായിട്ടും കരുനാഗപ്പള്ളിക്കാരുടെ സ്വന്തം, അവരിപ്പോൾ പ്രിയങ്കരനായി മാറിയിരിക്കുന്ന CR മഹേഷ്, അദ്ദേഹം ഇവിടെ നിന്ന് വർക്ക് ചെയ്ത് തോറ്റ് കഴിഞ്ഞിട്ടും 30,000 വോട്ടിന് പിന്നീടും ജയിച്ചു വരികയാണ്. അദ്ദേഹം ഇവിടെ നിന്ന് രണ്ടാമതും വന്ന് മത്സരിക്കുകയാണ്. ആ ജയത്തിന് ശേഷമുള്ള അടുത്ത മത്സരമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം വന്നിട്ടുള്ള, എനിക്ക് ഈ കുറേ കാലമായിട്ട് സംസ്കാര സാഹിത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ നാടകത്തിനോടും കലയോടുമുള്ള ആ സ്നേഹം വന്നാണ് ഞാൻ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. പിന്നീട് ഞാൻ കൂടുതൽ മനസ്സിലാക്കിയെന്ന ഏത് കാര്യത്തിനും കരുനാഗപ്പള്ളിക്കാരുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ട് അവരുടെ മനസ്സിലൊരു ഇടം തേടി ഇവിടുന്ന് MLA ആയ ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മഹേഷിന് വന്നിട്ട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ കരുനാഗപ്പള്ളിക്കാരോടുള്ള എൻ്റെ സ്നേഹത്തെയും എൻ്റെ ആദരവിനെയും ഞാനിവിടെ പ്രകടിപ്പിക്കാൻ അവിടെ വന്നത്. കൃത്യമായിട്ട് രാഷ്ട്രീയം പറയുന്ന, നിലപാട് പറയുന്ന ഒരു കലാകാരനായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്ത് തോന്നുന്നു, ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തുടർഭരണം പ്രതീക്ഷിക്കാമോ? അല്ല, തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അങ്ങനെ ഒരിക്കലും ഞാൻ ആശിക്കുകയില്ല. അത് ഞാൻ മാത്രമല്ല, കേരള ജനതയും ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥമായിട്ട് കേരളത്തിന് സ്നേഹിക്കുന്നവരും അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്നവരും രാഷ്ട്രീയക്കാരും ഒരിക്കലും മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഒരു തുടർഭരണം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാരണം അതൊരു ആപത്തിലേക്കാണ് പോകുന്നു. തീർച്ചയായിട്ടും ഒരു വളരെ വലിയൊരു അപജയത്തിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബബിളാണ്. ശരിക്കും യഥാർത്ഥത്തിൽ എന്ത് വികസനമാണ്? ഇല്ല. ഒരു 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 ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം പറയാമോ? ഇല്ലല്ലോ. എല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് വന്നത് ഒരു കേരളയിലും K-Phone യഥാർത്ഥത്തിൽ. അതിൻ്റെ ഒരു ആഴമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഒരു സ്റ്റഡി ചെയ്യാതെ വന്നതാണ്. രണ്ടാമത് കൊണ്ടുവന്നിരുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായിരുന്നു നവോത്ഥാന പ്രോഗ്രാം, അല്ലേ? നവോത്ഥാന അത് പാതി വഴിക്ക് ഉപേക്ഷിച്ചു. ഇപ്പോൾ അത് അല്ല എന്ന് പറഞ്ഞു, അല്ലേ? അടുത്ത ഒരു ഭയങ്കര ചേഞ്ച് അതിലൂടെയാണ് സ്ത്രീ സുരക്ഷയും അല്ലെങ്കിൽ സ്ത്രീ ഉന്നമനം അല്ലെങ്കിൽ വിമൺ എംപവർമെൻറ്റിനെ പറഞ്ഞു. പക്ഷെ അവസാനം സംഭവിച്ചെന്താ നിങ്ങൾക്കറിയാമോ? ഈ മറ്റേ അതിജീവിതയുടെ വിഷയം, ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച് പറയാം. അതിജീവിതയുടെ വിഷയം വന്ന് വളരെയധികം വന്ന് അതിജീവിതയ്ക്ക് നീതികൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ PT ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് നേച്ചറിൻ്റെ വന്നിട്ടുള്ള, ഞങ്ങളെല്ലാം PT പഴയ സുഹൃത്തുക്കളാണ്. അപ്പോൾ PT ആണ് ഇതിന് മുൻപിലേക്ക് അതിജീവിതയ്ക്ക് വേണ്ടിയുള്ള കാര്യത്തിന് വാദിച്ചിരുന്നത്. അപ്പോൾ അതിന് ഞങ്ങൾ ആണ് അന്ന് ഗാന്ധിശിലയുടെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കുകയും അത് വലിയൊരു വൈറലായി വരികയും ചെയ്തത്. അതിനുശേഷമാണ് CM വന്നിട്ട് അതിജീവിതയെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തത്, അല്ലേ? അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അന്ന് നമ്മൾ ഉണ്ടാക്കിയ അന്ന് ആ പറയുന്ന സംഭവത്തിലൂടെയാണ് ആക്ച്വലി വന്നിട്ട് അന്ന് ഉമ്മ തോമസ് പണ്ടേ ഒരു കേസുകാരിയായിരുന്നു, രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. വിവാഹത്തിന് ശേഷം വന്ന് ഉദ്യോഗസ്ഥയും കുടുംബിനിയായിട്ട് നിന്ന് അവരുടെ രണ്ടാം വരവ് ഞങ്ങളുടെ ഈ അതിജീവിതയ്ക്ക് വേണ്ടിയുള്ള സമരത്തിലായിരുന്നു, ഗാന്ധിശിലയ്ക്ക് മുമ്പിലുള്ള. അത് ഭയങ്കര ഒരു സംഭവമായിട്ട് മാറുകയും അതിനുശേഷം ഒരു 3 ദിവസത്തിന് ശേഷം വന്നിട്ട് CM അവരെ വിളിച്ച് സംസാരിക്കുകയും ഉണ്ടായി ഇലക്ഷന്. പക്ഷെ എന്നിട്ട് ഉമ്മ വന്നിട്ട് വളരെ സ്ഥാനാർത്ഥിയാവുകയും വളരെ ഭൂരിപക്ഷത്തോടെ ജയിക്കുകയും ചെയ്തു. അതല്ല, അതവിടെ നിൽക്കട്ടെ, ഞാൻ പറയുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും അതും ഫെയിലറായി. ഈ അവൾക്കൊപ്പം എന്നുള്ള ടാഗ് ലൈനാണ് സർക്കാർ പ്രധാനമായിട്ടും മുന്നോട്ട്. അല്ലല്ലോ, ആരാണത്? അവൾക്കൊപ്പമൊന്നുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ രണ്ട് ഇരട്ടത്താപ്പുകൾ നിങ്ങൾക്ക് കാണാം. ഞാനതിനെ തുറന്നു. കാരണം മറ്റെപ്പുറത്ത് നിൽക്കുന്ന ഞാൻ, അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയുന്നത് എൻ്റെ സുഹൃത്തിനെ പറ്റി പറയേണ്ടി വരും, മനസ്സിലാകും. എൻ്റെ പ്രവർത്തകനും ഒരു സുഹൃത്തിനും സംഭവിച്ച കാര്യത്തിനകത്തേക്ക് ഇദ്ദേഹം എടുത്ത നിയമം എന്താ? ഉമ്മൻചാണ്ടിയുടെ വന്നിട്ടുള്ള ഭരണകാലത്ത് എടുത്ത തീരുമാനം എന്താ? ഇപ്പോൾ പറഞ്ഞത് എന്താണ്? ഇപ്പോൾ കുടുംബ പ്രശ്നവും അന്ന് അതല്ലല്ലോ. അപ്പോൾ അത് സ്വയം ഇതെന്താണെന്നറിയോ? യഥാർത്ഥത്തിൽ വന്ന് ഇപ്പോൾ ഒരു കുടുക്കിലാണ്. അല്ലെങ്കിൽ ഒരു ഭരണം മാറി മാറി വന്നിരുന്ന ഒരു കേരളമാണ്. പക്ഷേ ഇനിയൊരു ഭരണം UDF വരുമ്പോൾ പല കാര്യങ്ങളും പുറത്തേക്ക് വരും. തീർച്ചയായിട്ടും ജനം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നല്ല കേരളം വേണമെങ്കിൽ, അല്ലെങ്കിൽ എന്ത് പറ്റും? ഇത് ഇപ്പോൾ ഒരു 6 ലക്ഷം കോടിയാണ്. ഇനി ഒരു 6 ലക്ഷം കോടി രൂപയും കൂടി വന്നാൽ എന്താവും?
ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ ഇതിൻ്റെ ഈ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തികമായ നമ്മുടെ നില വളരെ ഭദ്രമാണെന്ന് പറയാൻ പറ്റുമോ? ജീവിതം കറക്റ്റായിട്ടാണ് പോകുന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അല്ലല്ലോ, അല്ലേ? ഇനി നമ്മൾ ഈ ഇരിക്കുന്ന പ്ലാനിങ് ഇവർ കഴിഞ്ഞ ഈ 5 വർഷം അതിന് മുമ്പത്തെ വർഷത്തിന് താഴത്തേക്കാണ് പോയത്, അല്ലേ? കഴിഞ്ഞതിന് മുമ്പത്തെ ഭരണസമയത്ത് ഉണ്ടായിരുന്ന ജി സുധാകരൻ, വളരെ പേര് കേട്ട PWD മിനിസ്റ്റർ, ഇന്ന് അദ്ദേഹം ഈ ഇരിക്കുന്ന പ്രസ്ഥാനത്തിനെതിരായിട്ട്, ഇതിൻ്റെ അഭിജയത്തിനെതിരായിട്ടാണ്, അല്ലാതെ പ്രസ്ഥാനത്തിനെതിരായിട്ടല്ല. അദ്ദേഹം നിൽക്കുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലാണ്. രാഷ്ട്രീയ നിലപാടുകളെ വന്ന് അടിയറവ് പറയാനുമായിട്ട് പറ്റാതാവുകയാണ്. അല്ലെങ്കിൽ അത് സ്തുതിപാഠകനായിട്ട് മാറുന്നവർക്ക് മാത്രമായിട്ട് പാവുന്ന ഒരവസ്ഥയിലേക്ക് ഇത് മാറിയതാണ് ഇന്ന് കേരളത്തിന് പറ്റിയത്. അതൊരു കുടുക്കാണ്. ആരും ചിലപ്പോൾ അവരാരും വന്നിട്ട് ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചായിരിക്കില്ല വന്നത് യഥാർത്ഥത്തിൽ. പക്ഷേ അങ്ങനെ ഒരു നിലമയിലേക്കാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഇപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു തുറസായിട്ട് എല്ലാ മനുഷ്യർക്കും മനസ്സിലാവുന്ന രീതിയിലേക്ക് ഇത്ര എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു ഡീൽ ഇവിടെ നടക്കുമോ? ഇല്ല എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വന്നിട്ടുള്ളതിനകത്ത് ദഹിക്കുമോ? എന്ത് ഡീലാണ് നടന്നിട്ടുള്ളത്? എന്ത് ഡീലാണെന്ന് ഞാനൊന്നും പറയണ്ട, ആ ചിരിയിൽ നിന്ന് അറിയാൻ പറ്റും. എന്നോട് ചോദിക്കുമ്പോൾ എന്ത് ഡീലാണെന്ന് ചിരിച്ച് ചോദിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് ഡീലാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലേ? അത് എല്ലാ മനുഷ്യനും അറിയാം. ചിലർ തുറന്ന് പറയും, അതിന് 3 തരം വേണ്ട. ഒന്ന് മിണ്ടാതിരിക്കും, ചിലർ തുറന്ന് പറയും, ചില എക്സ്പ്രഷനിലൂടെ വന്നിട്ട് അത് എക്സ്പ്രസ് ചെയ്യും. അതിപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ ചിരിയിലൂടെയാണ് ചോദിച്ചത്. എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എവിടെയൊക്കെയാണെന്നാണ് മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾ അവിടം തൊട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു വരികയായിട്ട് ഒരു 10 സ്ഥലമെങ്കിലും മിനിമം നമുക്ക് കാണിക്കാൻ സാധിക്കും, അല്ലേ? 10-15 സ്ഥലമെങ്കിലും നമുക്ക് വന്നിട്ട് മിനിമം ആയിട്ട് കാണിക്കാൻ സാധിക്കും. ഇത് അവിടെ വന്നിട്ട് വളരെ കറക്റ്റായിട്ട് വന്നിട്ട് ആസൂത്രിതമായിട്ട് വന്നിട്ടുള്ള അതിനകത്തേക്ക് UDF അകറ്റി നിർത്തുക, നിങ്ങൾ അതിനെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു അറ്റംപ്റ്റിലേക്കാണ് ഇവർ നോക്കുന്നത്. അതൊന്നും ഒരിക്കലും സംഭവിക്കില്ല. ഈ 100 വർഷം എല്ലാ ഫെയിലിയറുകളും ഒക്കെ കണ്ടു വന്നാലും എല്ലാ വന്ന അടിച്ചമർത്തലും കണ്ട് കോൺഗ്രസ് അതിജീവിച്ചൊരു കോൺഗ്രസ്സാണ് ഇത്രയും വർഷമായിട്ട്. ഒരിക്കലും ഇല്ലാതാവില്ല. ഭരണ തുടർച്ച LDF അപജയം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും വളരെയധികം. അതിന് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ ഇന്ന് അതിന് മുമ്പത്തെ മന്ത്രിസഭയിലെ മന്ത്രിയായ ജി സുധാകരൻ തന്നെ പറയുന്നുണ്ടല്ലോ, അല്ലേ? അതിന് മുമ്പത്തെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ജി സുധാകരൻ തന്നെ ഇന്ന് ഈ ഇരിക്കുന്ന തുടർഭരണത്തിനെതിരായിട്ട് വന്നിട്ട് മത്സരിക്കുകയല്ലേ? അതിൽ കൂടുതൽ ഞാനാണോ പറയണത്? എന്നേക്കാളും വന്നിട്ടുള്ള, ഞാൻ പുറത്തു നിന്ന് കാണുന്ന ഒരു പൗരൻ എന്ന നിലയിൽ എന്നേക്കാളും കൂടുതൽ ആ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ഒരു മന്ത്രി തന്നെ പറയുമ്പോൾ പിന്നെ എന്താ അതിൽ കൂടുതൽ ആവശ്യം? അതിൽ കൂടുതൽ എന്താ ഒരു തെളിവ് വേണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. രക്തസാക്ഷിത്വത്തിൻ്റെ ഫണ്ട് വരെയും വന്നിട്ടുള്ളതിനകത്ത് അതിനിടയിലാണ് പിരിച്ച ഫണ്ടിൻ്റെ ഇതെവിടെയെന്ന്. അതെന്താ പറയുക, ചോദ്യം ചോദിച്ച് കാര്യങ്ങൾ മാറ്റുക, ആ രീതി മാറണം. യഥാർത്ഥമായിട്ടുള്ള ഒരു രാഷ്ട്രീയം ഇവിടെ ഉണ്ടാവണം. അല്ലെങ്കിൽ ഇത് ഇപ്പോഴത്തെ ഒരു പ്രവണത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു നുണയും സത്യമാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഗീബിൾസം വരെ വന്നിട്ടുള്ളത് ഞെട്ടിത്തിരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. എന്തിനേയും വന്നിട്ട് നമ്മൾ മുമ്പിൽ ഒരു സങ്കോചവുമില്ലാതെ നുണ പറയാനുള്ള ഒരു ധൈര്യം രാഷ്ട്രീയക്കാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാവരുത്. അത് തികച്ചും തെറ്റാണ്. കേഡർ പാർട്ടി എന്നുള്ളത് വന്നിട്ട് മനുഷ്യനോടുള്ള ഒരു ഭയഭക്തി, അവന് തന്നു വോട്ട് ചെയ്യിപ്പിച്ച മനുഷ്യനോടുള്ള ഒരു ഭയഭക്തിയും ബഹുമാനവും ഇന്ന് ഉണ്ടാവുന്ന കേരളത്തിൽ, അന്ന് ഈ കേരളം വന്ന് രക്ഷപ്പെടുകയുള്ളൂ. അത് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും സംഭവിക്കില്ല. നിങ്ങൾ എന്ത് കാര്യങ്ങളും നുണയും വന്നിട്ട് എനിക്ക് മാറ്റി പറയാൻ സങ്കോചമില്ലാതെ ഒന്നിട്ടില്ലാതെ എനിക്ക് ധൈര്യമായിട്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, അതങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് എടുത്ത ഒരു തീരുമാനത്തിന് വന്നിപ്പോൾ PMC ഇതായാലും ശരി വന്നിട്ടില്ല, എന്തോരം കാര്യങ്ങൾ നേരെ ആരും അറിയാതെ പോയി ഒപ്പിട്ട് കൊടുക്കുന്നു. നേരിട്ട് ഭയങ്കര വന്നിട്ടുള്ള യുദ്ധമാണെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാൻ പോണേ? ഈ നാടിനെ ശരിക്കും യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ഉള്ളിനകത്ത് ഇത് വളരെ ആപത്തിലേക്കാണ് പോകുന്നത്. ഈ വരും തലമുറ ഇതാണോ രാഷ്ട്രീയം എന്ന് കണ്ട് പഠിക്കുകയാണല്ലോ. ഇങ്ങനൊരു രാഷ്ട്രീയമാണോ? അതിനുവേണ്ടിയാണോ നമ്മൾ ഈ സ്വാതന്ത്ര്യം നേടിയത്? ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ ചിന്തയാണോ മനുഷ്യന് വേണ്ടത്? ഈ രീതിയിലാണോ ഒരു രാഷ്ട്രീയക്കാരന് ഒരു എത്തിക്സ് ഉണ്ടാവണ്ടേ? ഒരു എത്തിക്സ് വേണ്ടേ, അല്ലേ? ഒരു കോഡ് ഉണ്ടാവണം യഥാർത്ഥത്തിൽ.
LDF ആർക്കും അങ്ങനെ ഒരു എത്തിക്സ് ഞാൻ ഒരാളെ ഒരു വാക്കിനേക്കാളും നിങ്ങൾ സ്വയമായിട്ട് ചിന്തിച്ചു നോക്കുക. നമ്മൾ ചിന്തിക്കേണ്ട സമയമായി കഴിഞ്ഞു. ഇത് നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. ദിസ് ഈസ് ദ ബ്രേക്കിംഗ് പോയിന്റാണ്. മനസ്സിലായോ? നമ്മൾ സ്വയം ചിന്തിക്കുക. നമ്മൾ ഒരാളെ വിമർശിക്കുക അത് പറ്റും, പക്ഷെ ഒരാളെ കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. അതിനകത്തൊന്നും അർത്ഥമില്ല. നമ്മൾ ഈ ഇരിക്കുന്ന വിമർശന ബുദ്ധിയിലൂടെ നമ്മൾ കാണുക, അവനും നന്നായി വരട്ടെ. മനസ്സിലായോ? കേഡർ പാർട്ടി എന്നുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലായ്മയുടെ ഒരു ഭംഗിവാക്കാണെന്നാണോ? അങ്ങനെയല്ല. ശരി, അതൊരു സിസ്റ്റമാണ്. മനസ്സിലായോ? ഈ കേഡർ പാർട്ടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ. അതൊരു അച്ചടക്ക ബോധത്തിൻ്റെ ആയിട്ടുള്ള ഒരു ഇതിൽ നിന്ന് അതിനെ നമ്മൾ വന്നിട്ട് പിന്നീട് അതൊരു ജനാധിപത്യം ഇല്ലായ്മയിലേക്ക് വഴുതി മാറിപ്പോയ ഒരു സംഭവമാണ്. അല്ലാതെ ഒരു പാർട്ടി ഒരിക്കലും വന്നിട്ട് ഞങ്ങൾ ഒരിക്കലും വന്ന് അടിച്ചമർത്തപ്പെടുന്ന അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു പാർട്ടി ആവണമെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല വരിക. എന്നാൽ അതിനകത്ത് ഒരു കെട്ടുറപ്പുണ്ടാവണം, ഒരു അച്ചടക്കം ഉണ്ടാവണം എന്നുള്ള രീതിയിലേക്ക് അതിനെ കൊണ്ടുകയും അത് ഓവറായിട്ട് മാറുക. മനസ്സിലായ? അപ്പോൾ അത് തിരിച്ച് അതിന് ഫലം വരുന്നത് പലപ്പോഴും വന്നിട്ടുള്ള വേറെ തരത്തിലാണ്. നമ്മൾ എന്തുദ്ദേശിച്ച് ചെയ്യുന്നോ ചിലപ്പോൾ ചില കാര്യങ്ങൾ വഴുതിപ്പോയി വേറെ ഒന്നായിട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ തിരുത്തപ്പെടേണ്ടി വരണം. അവിടെ വിമർശനിക്കുക കാര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ വിമർശിക്കാനായിട്ട് ഇതിനകത്ത് ഉൾപാർട്ടി വിമർശനങ്ങൾക്ക് വന്നിട്ടുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അത് ഇപ്പോൾ ഇല്ലാതായി പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയില്ല. പുറത്ത് നിൽക്കുന്നവർ അത് ഇല്ലാതായി പോയിരിക്കുന്നു എന്നാണ് പുറത്ത് വരുന്നവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏത് പാർട്ടിക്കും ഒരു ഉൾപാർട്ടി വിമർശനമുണ്ട്. ആ ഉൾപാർട്ടി വിമർശനം ഇന്ന് ഇല്ലാതെ പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വന്നിട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്നവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നിങ്ങളുടെ അകത്തുള്ള നിങ്ങളുടെ വീടിനകത്തുനിന്ന് ഒരാൾ പുറത്തേക്ക് വരുമ്പോൾ അല്ലെ അതിൻ്റെ ഉള്ളിലകത്തിരിക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് ലൈക്ക് റഷ്യൻ ഇതുണ്ടല്ലോ, സോവിയറ്റ് യൂണിയൻ്റെ അതിനുള്ളിൽ നടന്നിരുന്ന ഏത് കാര്യങ്ങളും നമുക്കറിയായിരുന്നോ? ഇല്ലല്ലോ. പക്ഷേ പെരിസ്കോപ്പിക്ക് ശേഷം വന്നിട്ടുള്ളതിനകത്തേക്ക് അവിടെ വന്നിട്ടുള്ളത് എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുത്തതിന് വന്നപ്പോൾ എന്തുണ്ടായി? പല രാജ്യങ്ങളിലും നടന്ന പല അഴിമതികളും പിന്നീടാണ് പുറത്തേക്ക് വന്നത്. അതിനു മുമ്പ് വന്നില്ല, അല്ലേ? അപ്പോൾ അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പിന്നീട് അറിയാനായി, ഇല്ലേ? അപ്പോൾ ഇപ്പോൾ അതാണ് നമുക്ക് ഉണ്ടാകുന്ന അറിവ് എവിടെ നിന്നാണ്? അതിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ആൾക്കാർ പറയുമ്പോൾ അവിടെ പലപ്പോഴും വന്ന് ജനാധിപത്യമില്ലായ്മയും അത് പലരും വന്നിട്ടുള്ളത് പലരും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മനസ്സിലായ ഒരു രീതിയിലേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ള ഒരു ധാരണയാണ് നമുക്കിപ്പോൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അത് കേരളത്തിന് ആപത്ത് ചെയ്യും ശരിക്കും. സർക്കാരുകൾ മാറി വരണമെന്ന് പറയുമ്പോഴും UDF സർക്കാർ കല്ലിട്ട് മാത്രമേ പോയിട്ടുള്ളൂ. അതിന്റെ തുടർച്ച, അതായത് വികസന തുടർച്ചയാണ് LDF സർക്കാരിന്റെ ഉറപ്പ് എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെക്കുന്ന കാര്യം. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ബാധിക്കാം. വന്നിട്ട് 5 വർഷമല്ലേ ഭരിക്കണേ. അപ്പം നമ്മൾ അതിൻ്റെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത ഭരണം നമുക്ക് കിട്ടിയില്ല എന്ന് പറയുന്നു. പക്ഷേ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ കല്ലിട്ടെ. അല്ലാതെ ഈ ഇട്ട കല്ല് അവിടെ ചുമ്മാ കിടക്കുന്ന ഒരു കല്ലൊന്നും ഇല്ലല്ലോ. ഇപ്പം വിഴിഞ്ഞം തുറമുഖം ആരുടെ സ്വത്താണെന്നാണ് കരുതുന്നത്? അല്ല, വിഴിഞ്ഞം ഒന്ന് വന്നിട്ടുള്ളതിനകത്തേക്ക് എപ്പോഴാണെന്ന് അറിയാമോ? പൂർത്തീകരിക്കപ്പെടുക 1, 2 അതിനെ വിഭാവനം ചെയ്യുക എന്നുള്ളത്, അല്ലേ? അതിനെ വിഭാവനം ചെയ്ത സമയത്ത് എന്തോരം പോരാട്ടങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു. അത് നടപ്പാക്കാനും അതിന് സുഗമമായിട്ട് മുമ്പിലേക്ക് കൊണ്ടുപോകാനും പോകുന്നതിന് വേണ്ടി UDF ഗവൺമെൻറ് എത്രത്തോളം വന്നിട്ടുള്ളതിനകത്തേക്ക് പേരുദോഷം കേൾക്കേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു ആശയം കൊണ്ടുവന്നപ്പോൾ തൊട്ട് തന്നെ ഈ ഒരു ആശയത്തെ തന്നെ എതിർത്തവരാണ്, അല്ലേ? അപ്പോൾ എന്നിട്ടും ഇത് നടത്തിയേ പറ്റുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിൽ വന്നു. നിർഭാഗ്യവശാൽ അവർക്ക് തുടർഭരണം കിട്ടിയില്ല. അപ്പോൾ മറ്റൊരു പാർട്ടി ഇതിനകത്തേക്കുള്ള നന്മയെ, ഇവരെ വിഭാവനം ചെയ്ത ഈ നന്മയെയും ഈ കാര്യങ്ങളെയും തുടർന്ന് നടത്തിക്കൊണ്ട് വന്നു. അപ്പോൾ നിങ്ങൾ ആർക്ക് കൊടുക്കും ഇതിൻ്റെ വന്നിട്ടുള്ള ക്രെഡിറ്റ്? അത് നിങ്ങൾ പറയുക. മനസ്സിലായോ? ഈ കലാരംഗത്ത് നിന്നുള്ളവർ കൂടുതലായിട്ട് മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നു. രാഷ്ട്രീയത്തിൽ സുധീർ കരമന, രമേശ് പിഷാരടി, ഗണേഷ് കുമാർ ഒക്കെ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും എല്ലാ പൗരനും സ്വാതന്ത്ര്യമല്ലേ. രാജഭരണത്തിൽ വന്നിട്ട് രാജ്യത്തിനെ ഭരിക്കാമെന്നുള്ളതിനകത്തേക്കുള്ള താനും പങ്കാളിയാവുക എന്നുള്ളത് നമ്മൾ ഓരോ തരത്തിലുമാണ്. നമ്മൾ ചിലപ്പോൾ ഒരു സംഘടനയെ ഭരിക്കുക എന്നുള്ളതിനകത്തേക്കുള്ള തീരുമാനത്തിലേക്ക് വരാം. ചിലപ്പോൾ ചെറിയ കൂട്ടായ്മയെ ഭരിക്കുന്നതിനകത്തേക്ക് നമ്മൾ മുമ്പിലേക്ക് വരാം. നമുക്ക് വന്നിട്ടുള്ളതിനകത്തേക്ക് നമ്മുടെ കഴിവുകൾ നമ്മുടെ ജനങ്ങൾക്ക് വന്ന് പകർന്നു കൊടുക്കാനായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ നമുക്കറിയില്ലല്ലോ, ചില കാര്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് എന്നെക്കൊണ്ട് സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം അവർക്ക് വരും. അപ്പോൾ അവർ പോയി ഇലക്ഷന് നിൽക്കും. വന്നിട്ട് അതിനകത്ത് എന്താ തെറ്റ്? അത് എല്ലാ പൗരൻ്റെയും സ്വാതന്ത്ര്യമാണ്.
പക്ഷേ രമേശ് പിഷാരടി തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഹാസ്യതാരത്തിന് എന്താണ് രാഷ്ട്രീയത്തിൽ കാര്യമെന്നുള്ള വിമർശനങ്ങൾ പല ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ പറയാമോ, അത് വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അതിനെ ഐസക് തോമസ് തന്നെ, അദ്ദേഹം സഖാവ് ഐസക് തോമസ് തന്നെ അതിനെ തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞു പോയതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ പറയാൻ പാടായിരുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ ഇന്നസെൻറ്റിനെ എങ്ങനെ നിർത്തും? പിഷാരടിക്ക് മുമ്പ് വന്ന് കേരളം അംഗീകരിച്ച മാവേലി എന്നുള്ളൊരു ഫിഗർ വരുമ്പോൾ നമ്മൾ ഇന്നസെൻറ്റിനെയാണ് ഓർമ്മ തന്നെ. അദ്ദേഹം ആയിരുന്നല്ലോ വന്നിട്ടുള്ളതിനകത്ത്, ലോകസഭ വന്നിട്ടുള്ളതിനകത്ത് ഇലക്ഷൻ നിന്നത്. അപ്പോൾ വന്നിട്ടുള്ള ഈ ഹാസ്യതാരം എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നല്ലോ. അപ്പം നമ്മളിട്ട ബർമുട, മറ്റവരിട്ട കളസെന്നൊക്കെ പറയുന്ന സാധാരണ പറയണ പോലെ അത് യാതൊരു, കാരണം കലാകാരനെ നിങ്ങൾ ഒരിക്കലും വന്ന് അവൻ ചെയ്യുന്ന റോളിനെ വെച്ചിട്ട് ആവരുത് നിങ്ങൾ അവനെ വിലമതിക്കേണ്ട. മനസ്സിലായോ? അവൻ തരുന്ന സംഭാവനകളെക്കുറിച്ചായിരിക്കണം നിങ്ങൾ വന്നിട്ടുള്ളതിനകത്തേക്ക് വിശകലനം ചെയ്യേണ്ടത്. അല്ലാതെ അവൻ ചെയ്യുന്നത് കോമഡി റോളാവാം, അവൻ ചെയ്യുന്നത് വില്ലൻ റോളാവാം, അല്ലെങ്കിൽ നാളെ നിങ്ങൾ പറയില്ല അപ്പോൾ ഹീറോ എന്ന് പറയുന്ന പരിവേഷം ഇടുന്നവൻ മാത്രമേ ഇതിനകത്തേക്ക് വരാവുള്ളൂ എന്നാണോ? അപ്പോൾ വില്ലൻ ചെയ്യുന്നവരാകുമ്പോഴോ? കോമഡി ചെയ്യുന്നവരൊക്കെ. അപ്പോൾ വില്ലൻ ചെയ്യുന്നവനാണെങ്കിലോ? അപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള പത്തനാപുരം വന്നിട്ടുള്ള MLA നിൽക്കുന്ന അദ്ദേഹം ചെയ്യുന്ന പല റോളുകളും വന്നിട്ടുള്ളത് നെഗറ്റീവ് ക്യാരക്ടറാണ്. അപ്പോൾ ഈ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാവോ? അദ്ദേഹത്തിനെ പറ്റിയുള്ള കഥകൾ വേറെ, അത് ഞാനിപ്പോൾ പറയുന്നില്ല, അത് ശരിയല്ലല്ലോ. പക്ഷേ അതിനേക്കാളും വലിയ നെഗറ്റീവാണ്, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറയുന്നത്, അതുകൊണ്ട് ഒരു നടൻ അവൻ കൈകാര്യം ചെയ്യുന്ന റോളിനെ വെച്ചിട്ട് ഒരിക്കലും വന്നിട്ടുള്ള അവനെ വന്നിട്ട് വില നിശ്ചയിക്കരുത്. തീർച്ചയായിട്ടും രമേശ് പിഷാരടിക്ക് ഉത്തമ ബോധ്യമുള്ള ഒരു രാഷ്ട്രീയ മനസ്സുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. അദ്ദേഹം പാലക്കാട് MLA ആയിട്ട് വന്നാൽ തീർച്ചയായിട്ടും പാലക്കാടിന്, അതിന് പാലക്കാടുകാരനാണ്, ഒരു അമ്മ വീട് ആ ഏരിയയാണ്. അപ്പോൾ അദ്ദേഹം നന്നായിട്ട് പ്രവർത്തിക്കും എന്നുള്ളതിനകത്ത് ഒരു സംശയം വേണ്ട. എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ആത്മാർത്ഥമായിട്ട് വിളിക്കും, കലാകാരൻ ആത്മാർത്ഥമായിട്ട് ചെയ്യും, അവന് കപടതയില്ല. ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ അവൻ ഒരു കലാകാരനാവുന്നത് തന്നെ അവൻ്റെ കപടതകളില്ലാതെ ആവുമ്പോഴാണ്. ഞാനെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ അറിഞ്ഞത് ചമക്കാല അവിടെ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ അതിന് ഒരു ബലം ചിലപ്പോൾ കണ്ടെന്ന് വരാം. തീർച്ചയായിട്ടും അങ്ങനെ കാണട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. താങ്കളുടെ മണ്ഡലം തൃപ്പൂണിത്തുറയാണ്, അവിടെ മാറ്റം ഉണ്ടാവോ? അവിടെ മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് മാറ്റം? ബാബുവാണ് മാറ്റം തന്നെ ഉണ്ടാവണേ. അവിടെ തുടർച്ചയുണ്ടാവും. വന്നിട്ട് ബാബുവിന് പകരം ബാബുവിൻ്റെ അനുഗാമിയായിട്ട് മറ്റൊരു UDFൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കും. തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരും ഇവിടെ നിന്നവരാണ്, YPയിൽ നിന്നവരാണ്. ഇപ്പോൾ രണ്ടുപേരും തൃപ്പൂണിത്തുറ വന്ന് നിൽക്കുന്നു, അത്രേ ഉള്ളൂ. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്, നിലപാടുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് ഭരണം ലഭിക്കേണ്ടതെന്നത് ഉൾപ്പെടെയാണ് അദ്ദേഹം 24-നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.